അനു ചെയ്യുന്നതൊക്കെ തമാശ, മറ്റുള്ളവർ ചെയ്താൽ അത് മോശം. സർവ്വ നിയന്ത്രണം വിട്ട് ആഞ്ഞടിച്ചിരിക്കുകയാണ് ബിൻസി. ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ വന്നിരിക്കുകയാണ്. എന്താണ് സംഭവം? ആദിലയും ഷാരിങ്ങും തമ്മിൽ മുട്ടൻ വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ജിഷിനും പ്രവീണും ബിഗ് ബോസ് വീട്ടിൽ കയറിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ ലൈവിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. വൈകുന്നേരം 4 മണി മുതൽ വൈകുന്നേരം 6:30 വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഷാനവാസ് അനീഷിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ മിത്രമാണെന്നൊക്കെ വിളിച്ച് നടക്കുന്നുണ്ട്. അത് പുള്ളിക്കാരുടെ സ്ട്രാറ്റജിയാണ്, അല്ലാതെ ഇതൊന്നുമല്ല. അപ്പോൾ അനീഷ് സംശയിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഷാനവാസ് അനീഷ് സംശയിച്ചിട്ട് പിന്നാലെ നടക്കുന്നുണ്ട്. അത് പുള്ളിക്കാരൻ്റെ ഒരു പ്യുവർ ഗെയിമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, പ്യുവർ ഗെയിം കളിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ആദിലയും ഷാരികയും തമ്മിലൊരു മുട്ടൻ വഴക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് ഷാരിക നമ്മുടെ ആദിലിനെ ചെന്നായി എന്ന് വരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആദിൽ പറയുന്നത് അങ്ങനെ വിളിക്കരുത് ഷാരിക എന്ന് പറയുന്നത്. അപ്പോൾ ഷാരിക പറയുന്നുണ്ട് അവൾക്ക് വിളിക്കാമല്ലോ, അപ്പോൾ അവൾ പല വൃത്തികേടുകളും വിളിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ നേരം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മുട്ടമഴക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര മുട്ടമഴക്കാണ് നടക്കുന്നത് രണ്ടുപേരും തമ്മിൽ. അതിനുശേഷം അപ്പാനി സ്വന്തം ഗ്രൂപ്പിനെ പറ്റി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. വേറെ വിഷയമൊന്നുമല്ല, നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആൾക്കാർ വന്നിരിക്കുന്നത് അല്ലാതെ നമ്മൾ ആരെയും പറ്റി മോശം പറഞ്ഞിട്ടില്ല എന്നൊക്കെ അപ്പാനി ഗ്രൂപ്പിനെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ വിശദീകരിച്ചു കൊടുക്കുന്നത്. പിന്നീട് അപ്പാനി നെവിനോട് പറയുകയാണ് ചെയ്യുന്നത്, എന്നെക്കാട്ടിലും പോകാൻ യോഗ്യതയുള്ള എത്ര പേരുണ്ടായിരുന്നു, ഞാൻ അത്ര ദുഷ്ടനാണോടാ പോകാൻ ഞാൻ പോയി കഴിഞ്ഞിട്ട് അത് യൂസ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ എൻട്രി വരുന്നത്. അതിനുശേഷം എൻട്രി സോങ് വരുന്നു. എൻട്രി സോങ് ഇതാണ്, എൻ്റെ മാവും പൂത്തേ നിങ്ങളുടെ മാവും പൂത്തേ എൻ്റെ മാവും പൂത്തേ പൂത്തേ. ആ പാട്ടാണ് എൻട്രി സോങ് ആയിട്ട് വരുന്നത്. ആ പാട്ടിലൂടെ കടന്നു വരുന്നത് നമ്മുടെ ജിഷിനും പ്രവീണുമാണ് കടന്നു വരുന്നത്. അതിനുശേഷം നമ്മുടെ ശാരീരിക ഉച്ചയ്ക്ക് ശേഷം 3 ഡ്രസ്സെങ്കിലും മാറിക്കാണും. പുള്ളിക്കാരുടെ ഹോബിയാണ് 3 ഡ്രസ്സെങ്കിലും മാറിക്കാണും. അതിനുശേഷം നമ്മുടെ ജിഷിൻ അനീഷിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, അതുപോലെ പ്രവീണ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് ജിഷിൻ അനീഷിനോട് പറയുന്നുണ്ട് ക്ഷീണിച്ചു പോയ അനീഷ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അനീഷിനോട് ജിഷി സംസാരിക്കുകയാണ്, എൻ്റെ അൺഫെയർ എവിക്ഷൻ ആയിരുന്നു, എല്ലാവരും പറഞ്ഞു ഫുൾ ഡിപ്രഷൻ ആയിരുന്നു ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പ്രവീൺ അനുവിനോട് പോയി സംസാരിക്കുകയാണ്, ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി, എൻ്റെയും അനുവിൻ്റെയും കോംബോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ, തെറ്റ് ചൂണ്ടിക്കാട്ടി എന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അനു പറയാണ് എനിക്ക് ഭയങ്കര വിഷമമായി, അതായത് പ്രവീൺ പോയപ്പോഴാണ് എനിക്ക് ഭയങ്കര വിഷമമായത്, എനിക്ക് പ്രവീൺ പോയപ്പോൾ മാത്രമാണ് ഞാൻ വിഷമിച്ചത് എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. ചിലർ ചോദിച്ചു പ്രവീണിന് ഇഷ്ടമായിരുന്നു എന്നൊക്കെ എന്നോട് എന്ന് പറയുന്നു. അപ്പോൾ പ്രവീൺ പറയുന്നു പുറത്തിറങ്ങിയിട്ട് എന്നെ വിളിക്കുമല്ലോ അല്ലേ, സംസാരിക്കുമല്ലോ അല്ലേ, സംസാരിച്ചില്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഞാൻ ലൈവ് ഇടും കേട്ടോ, നോക്കിക്കോ ഞാൻ ലൈവ് ഇടും, 10 യൂട്യൂബേഴ്സിനെയും വിളിച്ച് ഞാൻ പറയും. അപ്പോൾ അനു പറയുന്നത് പുറത്തെന്താണ്, അപ്പോൾ പ്രവീൺ പുറത്തെ കാര്യം ഞാൻ പറയില്ല എന്ന് പറയുന്നു. അപ്പോൾ അനു അല്ല ഇൻസ്റ്റയിൽ, പ്രവീൺ പറയുന്നു ഇൻസ്റ്റയിൽ ഞാൻ നല്ല രീതിയിൽ ആക്റ്റീവാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ സ്റ്റാൻഡ് ഇതാക്കുകയാണ് ചെയ്യും. അതിനുശേഷം പ്രവീൺ പറയുന്നുണ്ട് നിനക്ക് ഞാൻ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നീട് ജിഷിനെയാണ് കാണിക്കുന്നത്. ജിഷിൻ അനുവിനോട് സംസാരിക്കുന്നു, നിൻ്റെ ഫോളോവേഴ്സിനോട് എന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ പറയണേ അനു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നാളെ ഉണ്ടാക്കാം, ഇന്ന് നിങ്ങൾ ഉണ്ടാക്കിക്കോളാം കേട്ടോ എന്ന് പറയുന്നു. പിന്നീട് നെവിൻ പ്രവീണിനോട് സംസാരിക്കുന്നു. നെവിൻ പറയുകയാണ് കട്ടിലിൽ വെള്ളം ഒഴിച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ പ്രവീൺ അതൊന്നും ഞാൻ പറയില്ല, അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പ്രവീൺ പറയുന്നു. അപ്പോൾ നെവിൻ പറയുന്നു നിനക്ക് എങ്ങനെയുണ്ടായിരുന്നു, പ്രവീൺ പറയുന്നു എനിക്കിഷ്ടമായി എന്ന് പറയുന്നു. അതിനുശേഷം നമ്മുടെ ശൈത്യ, ആദില, നൂറ, ഷാനവാസ് ഇവരൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. ആരുടെ കാര്യം, അനുവിൻ്റെ കാര്യം ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശൈത്യ പറയുന്നുണ്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടിയല്ല ഞാൻ ഇവിടെ വന്നത്, ആ പേര് അതായത് ആ പേര് വിളിച്ചത് എനിക്ക് ഹേർട്ടായി, അതായത് ഏത് പേര്, കട്ടപ്പ എന്ന പേര് വിളിച്ചത് എനിക്ക് ഭയങ്കര ഹേർട്ടായി എന്ന് ശൈത്യ പറയുന്നുണ്ട്. അപ്പോൾ പിന്നീട് പറയുന്നുണ്ട് വൈൽഡ് കാർഡ്സ് വന്ന് പറഞ്ഞു എന്ന് വെച്ച് ആ പേര് എനിക്ക് തരേണ്ട വല്ല കാര്യമുണ്ടോ, എന്താണ് കാരണമെന്ന് അവൾ പറയട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആൾ പറയുന്നുണ്ട് പുറത്ത് ഇറങ്ങിയിട്ട് പറയാം എന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല എന്ന് പറയുന്നു. ഇവിടെ പറഞ്ഞ കാര്യമാണ്, അവൾ ഗസ്റ്റായിട്ട് വന്നിരിക്കുകയാണ്,
ഇവിടെ തന്നെ പറഞ്ഞു തീർക്കണമെന്ന് പറയുന്നു. അപ്പോൾ ശൈത്യ പറയുന്നു പുറത്ത് അവളുടെ ആൾക്കാർ പറയുകയാണ് അനു ആരുടെയും കുറ്റം പറയുന്നില്ല എന്ന്. ഇവൾ അതായത് മൈക്ക് ഊരി മാറ്റി വെച്ച സകല ആൾക്കാരെയും കുറ്റം പറയുന്നത് നമുക്കല്ലേ അറിയൂ എന്ന് പറയുന്നുണ്ട്. പുറത്ത് ഭയങ്കര ഒളിപ്പിക്കലാണ് അനുവിനെ കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ശൈത്യ പറയുന്നു. എന്നെ അവൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ് അവരുടെ മുമ്പിലേക്ക് എന്ന് പറയുന്നു. അപ്പോൾ പ്രവീൺ പിന്നീട് നമ്മുടെ നെവിനോട് സംസാരിക്കുന്നുണ്ട്. പ്രവീൺ പറയുന്നു ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല, അതായത് വോട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലാതെ ഞാൻ വോട്ടില്ലാത്തവർക്ക് വോട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലാതെ ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പ്രവീൺ നെവിനോട് സംസാരിക്കുന്നുണ്ട്. പിന്നീട് ഷാനവാസും ശൈത്യയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ശൈത്യയോട് പറയുന്നുണ്ട് ഞാൻ ഗ്രാഫ് വരച്ച കാര്യമൊക്കെ ഉണ്ടല്ലോ, ഞാനത് മനസ്സറിഞ്ഞ് കൊടുത്തതാണ്. അനു അനീഷിനെ വെച്ച് പല രീതിയിൽ ഗെയിം കളിച്ചിട്ടുണ്ട്, അനീഷിനെ ഉപയോഗിച്ചിട്ടുണ്ട്, അനീഷിനെ വട്ടം കളിച്ചിട്ടുണ്ട്, അവൾ അതിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് അവൾ ചെയ്തത് എന്ന് പറയുന്നു. അപ്പോൾ നൂറ പറയുന്നത് അനീഷ് ആർമി അറ്റാക്ക് ചെയ്യുന്നത് പേടിച്ചിട്ടാണ്. അപ്പോൾ ശൈത്യ ചിരിക്കുന്നു. ശൈത്യ ചിരിച്ചിട്ട് പറയുന്നുണ്ട് കോമഡി പറയാതെ, അതായത് എന്ത് ലോകത്തിലെ ഏറ്റവും വലിയ കോമഡി, മിണ്ടാതിരിക്കും നിങ്ങളൊന്ന് കോമഡി പറയാതെ എന്ന് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഞെട്ടിക്കുന്ന ആ പ്രൊമോയിലേക്ക് പോകാം. ഞെട്ടിക്കുന്നൊരു പ്രൊമോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, രാത്രി നടക്കുന്ന സംഭവമാണ്. നമ്മുടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നടക്കുന്ന ഒരു സംഭവമാണ്. ബിഗ് ബോസ് വീട്ടിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നടക്കുന്ന സംഭവമാണ്. പ്രൊമോയിൽ ഇങ്ങനെയാണ് പറയുന്നത്, ബിൻസി ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. അപ്പോൾ അപ്പാനി എന്താ ബാക്കാണ്, അതായത് അപ്പാനി നല്ല ഷൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് 1.5 ദിവസം എങ്ങനെയൊക്കെയോ മൂപ്പര് അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അതിനുശേഷം ബിൻസിയാണ് അവിടെ റിയാക്ട് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും സംസാരിച്ചതിന് ശേഷം ബിൻസി പറയുന്നുണ്ട് എൻ്റെ അനീഷിൻ്റെ അടുത്ത് നീ എന്താണ് കാണിച്ചത്, കൈയും കലാശവും കാണിച്ചിട്ട് ഇച്ഛായ എന്നല്ലേ. അപ്പം അപ്പാനി തമാശയാടി, നിനക്ക് തമാശയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പാനി റിയാക്ട് ചെയ്യുന്നത്, പഴയ അപ്പാനി തിരിച്ചു വന്നു, അപ്പാനി ഇവിടെ റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിൻസി പറയുന്നത് അനു കാണിച്ചാൽ തമാശ, മറ്റുള്ളവർ കാണിച്ചാൽ മറ്റേത് അല്ലേ. അപ്പം അനു ഒരാളുടെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുന്നാൽ നമ്മൾ എന്ത് വിചാരിക്കണം? അപ്പം അക്ബർ ഒന്നും വിചാരിക്കൂലടി, എന്ത് വിചാരിക്കാനാണ് ഒരാളുടെ കൈ പിടിച്ചിരുന്നാൽ. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് പ്രശ്നമില്ല അല്ലേ, നിനക്ക് ഇപ്പോൾ പ്രശ്നമില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്. കൈ പിടിക്കുന്നതിനും പാല് ബാക്കി കൊടുക്കുന്നതിനും ഒന്നും നിനക്ക് പറയാനില്ല അല്ലേ. അപ്പോൾ ആതിര പറയുന്നത് ആതിര പിന്നീട് റിയാക്ട് ചെയ്യണം. ആതിരൊക്കെ കേട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആതിര വന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആതിര പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചില്ല നീ ഇങ്ങനെ ഇടപെടുമെന്ന്, നുണച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബിൻസി പറയുന്നത് ഞാനുള്ളപ്പോൾ എങ്ങാനും വല്ല ചെറ്റവർത്തമാനവും പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഈ ഒരു കൈ വെച്ച് അങ്ങനെ അടിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് ആര് പറയുന്നത്? ബിൻസി പറയുന്നുണ്ട്. നിന്റെ കഴിവ് കൊണ്ടല്ല നീ ഇവിടെ നിൽക്കുന്നത് അനു, നീ പണം കൊടുത്തിട്ട് എണ്ണി കൊടുത്തിട്ടാണ് മാത്രമാണ് നീ ഇവിടെ നിൽക്കുന്നത്. ഇതാണ് പ്രമോ എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രമോ. ഇത് കത്തും മക്കളെ, ഇത് നിന്ന് കത്തുന്ന ഒരു പ്രമോയാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇത് എപ്പിസോഡിനകത്ത് കാണിക്കുമെന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾ ലൈവ് കാണുക. എപ്പിസോഡിനകത്ത് ചിലപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ആയിരിക്കും കാണിക്കുക. എന്തായാലും ലൈവ് നിങ്ങൾ കാണുക. ഓക്കെ, ഇത് രാത്രി നടക്കുന്ന സംഭവമാണ്. എന്തായാലും നമുക്ക് നോക്കാം എന്തായിരിക്കും ഇതിൻ്റെ യഥാർത്ഥ സംഭവം എന്നുള്ളത്. ഇത്ര മാത്രമാണ് പ്രമോ. എന്തായാലും ബിൻസി ഇവിടെ ആഞ്ഞടിച്ചിരിക്കുകയാണ് അനുവിനെതിരെ ഇവിടെ ബിൻസി ആഞ്ഞടിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അനുവിനെല്ലാവരും കൂട്ടാക്രമണം ചെയ്തിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം എന്തായിരിക്കും ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നിരിക്കുന്നത്. ഇനി റനയും അതുപോലെ തന്നെ നമ്മുടെ അഭിലാഷൊക്കെ ബിഗ് ബോസ് വീട്ടിലകത്ത് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി കയറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്താണ് കയറിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ബാക്കി അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് ഞാൻ വരും മണിക്കൂറുകളിൽ വരാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺ ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.